السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد، واتقوا الله إن الله خبير بما تعملون. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا، خالدين فيها لا يبغون عنها حولا. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ ഉള്ളടക്കങ്ങളായി വന്നിട്ടുള്ള 4 കഥകളാണ് കഴിഞ്ഞ 4 ഖുതുബകളിലായിട്ട് നമ്മൾ പരാമർശിക്കുകയും അതിലെ ഗുണപാഠങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കഥകളൊക്കെയും മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കടുത്ത ഫിത്നകളെക്കുറിച്ചുള്ളതാണ്, പരീക്ഷണങ്ങളെക്കുറിച്ചുള്ളതാണ്. ആ പരീക്ഷണങ്ങളെ വിശ്വാസികളായവരും അല്ലാത്തവരും എങ്ങനെയൊക്കെയാണ് അഭിമുഖീകരിക്കുകയെന്നും ആ കഥകളിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിധം വിവരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. സൂറത്തിന്റെ ഉള്ളടക്കം എന്നുള്ള നിലക്ക് ആ കഥകൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ള ദുൽഖർനൈനിന്റെ കഥ അവസാനിച്ചതിന് ശേഷം ആ സൂറത്തിന്റെ സമാപന പ്രഭാഷണമാണ് പിന്നീട് ബാക്കിയുള്ള ആയത്തുകൾ. ആ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ള 4 കഥകളെയും മുൻനിർത്തി ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു സമാപന പ്രഭാഷണത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ചും സൂറത്തുൽ കഹ്ഫിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. നിരന്തരമായി നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു സൂറത്താണ്. ആ സൂറത്തിലൂടെ സവിശേഷമായ ഈ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആകത്തുകയായി എന്താണ് പറയുന്നത് എന്നത് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുൽഖർനൈനിന്റെ കഥയുടെ അവസാന ഭാഗത്ത് താൻ ചെയ്ത വളരെ വിസ്മയകരമായ അത്ഭുതകരമായ ഒരു ജോലിയെ മുൻനിർത്തി ദുൽഖർനൈൻ പറയുന്ന ഒരു വാചകത്തോട് ചേർത്തുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിന്റെ സമാപന പ്രഭാഷണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ താൻ അഭിമുഖീകരിച്ച ഒരു ജനസമൂഹം കടുത്ത അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ യഅജൂജ് മഅജൂജുമാരുടെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കോട്ട പണിയുവാൻ അല്ലെങ്കിൽ ഒരു മതിൽ പണിതു തരുവാൻ അവർ ദുൽഖർനൈനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പണി വളരെ ഭംഗിയായി, വളരെ അത്ഭുതകരമായ സ്വഭാവത്തിൽ മികവോടുകൂടി പൂർത്തീകരിച്ചു. ഇരുമ്പും ചെമ്പുമൊക്കെ ആവശ്യാനുസരണം ഉരുക്കി ചേർത്ത് ആർക്കും ചാടിക്കടക്കാനോ തുരന്ന് ഇപ്പുറം കടക്കാനോ കഴിയാത്ത വിധം വളരെ ഭദ്രമായ, ശക്തമായ, അത്ഭുതകരമായ ഒരു മതിലാണ് ദുൽഖർനൈൻ പണിതു കൊടുത്തത്. പക്ഷേ ആ കർമ്മം പൂർത്തീകരിച്ചതിന് ശേഷം കഥാന്ത്യത്തിൽ ആ കഥയുടെ ക്ലൈമാക്സിൽ ദുൽഖർനൈൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഞാൻ ഈ ചെയ്തതൊക്കെയും അല്ലാഹു എനിക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തി അല്ലാഹു നിങ്ങളോട് തന്നെയും ചെയ്തു തന്നിട്ടുള്ള ഒരു അനുഗ്രഹം, ഒരു റഹ്മത്ത് എന്നുള്ള നിലക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും ഈ സംഭവിച്ചിട്ടുള്ള ഈ വിസ്മയകരമായ ഈ മതിൽ കണ്ടിട്ട് നിങ്ങൾ എന്നിൽ എന്തൊക്കെയോ കഴിവുകളുണ്ട്, എനിക്കെന്തൊക്കെയോ യോഗ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി പോകരുത്. മറിച്ച് ഇത് ഉടനീളം അടിമുടി ഇത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ
ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക. എന്റെ റബ്ബിന് ഈ ദുനിയാവിന് തന്നെയും നിശ്ചയിക്കപ്പെട്ട ഒരു ഡേറ്റ് ഉണ്ട്, ഒരു തീയതിയുണ്ട്. ദൈവം മുന്നറിയിപ്പ് നൽകിയ, അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ ഒരു സമയമുണ്ട് ഈ ലോകത്തിന്. അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഇതിനെയൊക്കെയും തവിടുപൊടിയാക്കി കളയുന്നതാണ്. പിന്നെ ഒരു കോട്ടകൊത്തളങ്ങളും ഒരു മതിലുകളും നമ്മൾ തീർക്കുന്ന ഒരു സംരക്ഷണ കവചങ്ങളും നമുക്ക് ഉപകാരപ്പെടുകയില്ല. ഈ ഭൂമിയിൽ ഭീകരമായ, നമ്മുടെ കണ്ണുകൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത വിധമുള്ള ഭീകരമായ അവസ്ഥകൾ ഈ ലോകത്ത് സംഭവിക്കും. ഭൂമിക്ക്, ആകാശങ്ങൾക്ക്, സൂര്യചന്ദ്രാദികൾക്ക്, നക്ഷത്രങ്ങൾക്ക് ഒക്കെയും വിശുദ്ധ ഖുർആൻ പലയിടത്തും വിശദീകരിച്ചതുപോലെയുള്ള അതിഭീകരമായ, മനുഷ്യന്റെ കണ്ണു തള്ളുന്ന, പ്രസവിക്കാറായ ഗർഭിണികളായ സ്ത്രീകൾ സ്വയം പ്രസവിച്ചു പോകുന്ന, മുലയൂട്ടുന്ന കുഞ്ഞിനെ പോലും ഇട്ടെറിഞ്ഞോടുന്ന അത്ര ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. അന്ന് എല്ലാം തവിടുപൊടിയാകും. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അതൊക്കെ സംഭവിക്കും. വകാന വഅദു റബ്ബി ഹഖ്ഖ. എന്റെ റബ്ബ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളും അത് സത്യം തന്നെയായി പുലരും എന്നും ദുൽഖർനൈൻ പറഞ്ഞു. അതിനുശേഷം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ സമാപന പ്രഭാഷണം ആ വചനങ്ങളോട് ചേർത്തുകൊണ്ട് പറയുന്നത്. ആ ഒരു നാൾ സംഭവിക്കുന്ന, അന്ത്യനാൾ സംഭവിക്കാൻ അടുത്ത അതിന്റെ അടയാളങ്ങളായി ഈ ലോകത്ത് പലതും സംഭവിക്കുന്ന ആ ഭീകരാന്തരീക്ഷത്തിൽ ജനങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരമാലകൾ പോലെ ഓടി പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ആളുകൾ ഇടകലരുന്ന, മതിലുകൾ പൊളിയും, ആളുകൾ വളരെ വിജനമായ അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു മൈതാനിയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിരുകൾ ഭേദിച്ച് അന്താളിച്ച് അന്തം വിട്ട് ഓടുന്ന ഒരു രംഗമുണ്ടാകും. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സവിശേഷമായ ഒരു മലക്കിനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്, ഇസ്രാഫീൽ നെറ്റി ചൊളിച്ച് സൂർ എന്ന കാഹളം, സൂറ് അത് വായിൽ വെച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാതോർത്തി മാത്രം ഇരിക്കുകയാണ്. അതല്ലാത്ത മറ്റൊരു പണിയും ഇസ്രാഫീൽ എന്ന് പറയുന്ന മാലാഖയ്ക്കില്ല, മലക്കിനില്ല. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്ന ആ സമയത്ത് കൽപ്പന പാലിക്കുവാൻ, ഈ ലോകത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കാഹളം മുഴക്കാൻ കാത്തിരിക്കുകയാണ് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്. അങ്ങനെ കാഹളത്തിലൂടെ ഊതപ്പെടും. ഒന്നാമത്തെ ഊതപ്പെടുന്നതോടുകൂടി ഈ ലോകം മുഴുവൻ നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്തതെല്ലാം നശിച്ചു പോകുന്ന, അല്ലാഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകത്തിന്റെ അവസ്ഥകൾ മാറ്റപ്പെടും. ലാലിമുകളും മദ്ലൂമുകളും വ്യത്യാസമില്ലാതെ, വിശ്വാസികളും അവിശ്വാസികളും എന്ന് വ്യത്യാസമില്ലാതെ, അക്രമികളും അക്രമത്തിന് ഇരയായവരും എന്ന് വ്യത്യാസമില്ലാതെ, ഭരണാധികാരികളും ഭരണീയരും എന്ന് വ്യത്യാസമില്ലാതെ, അധസ്ഥിതരും ഉന്നത കുലജാതരും എന്ന വ്യത്യാസമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ സകലതും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം സംജാതമാകും. അതിനുശേഷം രണ്ടാമത്തെ കാഹളത്തിലുള്ള ഒരു ഊത്തോടുകൂടി അവരെ എല്ലാവരെയും, ജനിച്ചു ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള സകല സൃഷ്ടി ചരാചരങ്ങളെയും നാം ഓരോരൊറ്റ സംഘമായി മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ആ സമയത്തുള്ള രംഗം അള്ളാഹു വിശദീകരിക്കുന്നത്, അവിടെ എല്ലാവരും ആദിയോടുകൂടി കടന്നു വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ, അള്ളാഹു അനുവദിച്ചു തന്ന ആയുസ്സിലെ കർമ്മങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടവരായി മനുഷ്യർ അവിടെ സന്നിഹിതരാകും. കോടതിയിൽ ഹാജരാക്കപ്പെട്ടവരെ പ്രതികളെ പോലെ മനുഷ്യരവിടെ ഉണ്ടാകും.
സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിചാരണയുടെ എളുപ്പവും ആ വിചാരണയെ തുടർന്ന് അവർക്ക് ലഭ്യമാകാൻ പോകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ താരതമ്യേന സ്വസ്ഥരും ശാന്തരുമായിരിക്കും ആ ഘട്ടത്തിൽ. അതേ സമയത്ത് പാപികളായവർ, ദൈവനിഷേധികളായവർ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞവർ, അള്ളാഹുവിന്റെ സന്മാർഗത്തെ തള്ളിക്കളഞ്ഞവർ, അവരൊക്കെയും കടുത്ത ഭീതിയിൽ നിലകൊള്ളുന്ന ഒരു സാഹചര്യമായിരിക്കും. ആ ഭീതി കാക്കം കൂട്ടിക്കൊണ്ട് മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന സന്ദർഭത്തിൽ സത്യനിഷേധികൾക്ക് ആ സമയത്ത് നാം നരകം ഒരു കാട്ടിക്കൊടുക്കും എന്നതാണ്. വല്ലാത്ത ഒരു കാഴ്ച. നരകം ഇങ്ങനെ കൺമുമ്പിൽ സത്യനിഷേധികളായ ആളുകൾ വിചാരണക്ക് മുമ്പ് തന്നെ വിചാരണക്ക് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ കണ്ണുകൊണ്ട് കാണും. അതിവിശാലമായ, വളരെ ദുരന്തപൂർണമായ, കത്തിയാളുന്ന അള്ളാഹുവിന്റെ നരകത്തെ നിഷേധികളായ ആളുകൾ കൺമുമ്പിൽ കാണുന്ന ഒരു രംഗമുണ്ടാകും. അല്ലദീന കാനത് അഅ്യുനുഹും ഫീ ഖിതാഇൻ അൻ ദിക്രി. ആ കാഫിറുകളെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് ആ ദുസ്ഥിതിയിൽ അകപ്പെടുന്ന, ആ ദൗർഭാഗ്യത്തിൽ അകപ്പെട്ടു പോകുന്ന, നരകം കൺമുമ്പിൽ നിസ്സഹായരായി തങ്ങൾ അകപ്പെടാൻ പോകുന്ന, നരകത്തെ കൺമുമ്പിൽ കാണേണ്ടി വരുന്ന സത്യനിഷേധികളുടെ, കാഫിറുകളുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ കണ്ണുകളൊക്കെയും നമ്മുടെ ഉത്ബോധനത്തിൽ നിന്ന്, നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന്, നമ്മുടെ ആയത്തുകളിൽ നിന്ന്, നാം പ്രവാചകന്മാർ വഴി നൽകിയിട്ടുള്ള ദിവ്യബോധനത്തിൽ നിന്ന് കണ്ണ് തിരിച്ചു കളഞ്ഞവർ, ആ കണ്ണിനെ മൂടിക്കളഞ്ഞവർ, അത് കാണാനുള്ള, ആ ആയത്തുകളെ കാണാനുള്ള സന്നദ്ധത അവർക്കുണ്ടായിരുന്നില്ല. കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നു, പക്ഷെ ആ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ നോക്കാനുള്ള, കാണാനുള്ള സന്നദ്ധത അവർക്കുണ്ടായിരുന്നില്ല. അവർ ഒന്നും കേൾക്കാൻ സന്നദ്ധരായിരുന്നില്ല. സത്യത്തിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടപ്പോൾ, സത്യത്തിലേക്കുള്ള വിളിയുണ്ടായപ്പോൾ, സത്യം ഇങ്ങനെ ഈ ലോകത്ത് തുറന്ന പുസ്തകം പോലെ ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ടിട്ട് അത് കാണാനോ കേൾക്കാനോ സന്നദ്ധതയില്ലാത്ത കാഫിറുകൾക്ക് നാം നരകം കാണിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നത്. അഫഹസിബല്ലദീന കഫറു അൻ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ. ഈ നിഷേധികളായ ആളുകൾ വിചാരിക്കുന്നുണ്ടോ, അൻ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ, എന്റെ അടിമകളായ, എന്റെ സൃഷ്ടികളായ, എന്റെ സൃഷ്ടികളും എന്റെ അടിമകളും മാത്രമായ ചിലരെ അവരുടെ രക്ഷകരായി സ്വീകരിച്ചാൽ രക്ഷപ്പെട്ട് കളയാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവല്ലാത്ത വല്ലവരും തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതി അവരെ അവലംബിച്ചവർ, അതിൽ ഭരണാധികാരികൾ ഈ ലോകത്തും പരലോകത്തും തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയവർ, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടുത്തി കളയാൻ, തങ്ങൾക്ക് ജീവിത വിജയം സമ്മാനിക്കുവാൻ ഭരണാധികാരികൾക്കോ അക്രമകാരികൾക്കോ സമ്പന്നർക്കോ ഈ ഭൂമിയിലുള്ള മറ്റാർക്കെങ്കിലുമോ, അല്ലെങ്കിൽ വ്യാജമായി നമ്മൾ കൽപ്പിക്കുന്ന ഔലിയാക്കൾക്കോ അമ്പിയാക്കൾക്ക് പോലുമോ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തി കളയാൻ കഴിയുമെന്ന് വ്യാജമായി വിചാരിക്കുന്നവർ, അങ്ങനെ വിചാരിച്ചു പോയവരാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളായ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരടക്കമുള്ള ആളുകളെ ഔലിയാക്കളാണെന്ന് കരുതി, അവർ സിദ്ധിയുള്ളവരാണെന്ന് കരുതി, അവർ തങ്ങളെ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുത്തുമെന്ന് കരുതി അവർക്ക് ആരാധനകൾ അർപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ആഗമനകാലത്ത് സംഭവിച്ച ശിർക്കിന്റെ അടിസ്ഥാന കാരണമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ശിർക്ക് എപ്പോഴും അല്ലാഹുവല്ലാത്തവർക്ക് അനാവശ്യമായ സ്നേഹവും അനാവശ്യമായ ബഹുമാനവും അനാവശ്യമായ പവിത്രതയും കൽപ്പിക്കുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ സമൂഹം ഈസാ നബിയെ ദൈവമാക്കി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ആഗതനായ ഈസാ പ്രവാചകൻ, അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ,
വർദ്ധിക്കുകയും അത് അതിരുകൾ ലംഘിക്കുകയും ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. അങ്ങനെ നിങ്ങൾ എന്റെ അടിമകളായ ആരെയെങ്കിലും നിങ്ങളുടെ രക്ഷകരായി സ്വീകരിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ വിചാരിക്കുന്നത്? ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. ഈ സമാപന പ്രഭാഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി പറയുന്നത് രണ്ട് സൽക്കാരങ്ങളെ കുറിച്ചാണ്. മനുഷ്യരെ കാത്തിരിക്കുന്നത്, മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് രണ്ട് സൽക്കാരങ്ങളാണ്. അതിലൊന്നാമത്തെ സൽക്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. സത്യനിഷേധികൾക്ക്, സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നേരെ കണ്ണടച്ചവർക്ക്, അള്ളാഹുവോട് നന്ദിയുടെ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെയും അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുകയും പകരം അള്ളാഹുവിന് നന്ദികേട് തിരിച്ചു നൽകുകയും ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള നിഷേധികളായ ആളുകൾ, അവർക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുള്ള സൽക്കാരം നരകമാകുന്നു എന്ന് ആക്ഷേപഹാസ്യത്തിന്റെ സ്വഭാവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. അവർക്കുള്ള സൽക്കാരം അതാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. എന്നിട്ട് പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ആരാണ് തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ സവിശേഷമായ ഒരായത്താണിത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. എല്ലാവരും ചെയ്യുന്നത് കർമ്മങ്ങളാണ്, എല്ലാവരും അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമലുകൾ കൊണ്ട് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആർക്കാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. തങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പാഴായി പോയവർ, പക്ഷേ അവർ വിചാരിച്ചിരുന്നത്, അവർ കരുതിയിരുന്നത് അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്മയാണ്, സൽക്കർമ്മങ്ങളാണ് എന്ന് വിചാരിക്കുകയും, പക്ഷേ ആ കർമ്മങ്ങളൊക്കെയും അള്ളാഹുവിന്റെ അടുത്ത് വിചാരണക്കെത്തുമ്പോൾ പാഴായി പോവുകയും ചെയ്തവരാണ് കർമ്മങ്ങൾ കൊണ്ട് വൻ നഷ്ടം സംഭവിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അവർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധം നേരായ വണ്ണത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അറിഞ്ഞ് അള്ളാഹുവിൽ വിശ്വസിക്കാനോ അള്ളാഹുവിന്റെ മഹത്വത്തിൽ വിശ്വസിക്കാനോ അതുവഴി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടുന്ന അനിവാര്യതയെ അഥവാ പരലോക ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനോ അവർക്ക് സാധ്യമായില്ല എന്നതാണ് അവരുടെ കർമ്മങ്ങൾ. അത് പ്രത്യക്ഷത്തിൽ ദുനിയാവിൽ കാണുമ്പോൾ സൽക്കർമ്മങ്ങളായിരുന്നെങ്കിലും അകമേ അവ കൊള്ളയായിരുന്നു എന്നതിന്റെ പ്രശ്നം അവർക്ക് ഈമാനില്ലാത്തതായിരുന്നു. അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കപട വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും കർമ്മങ്ങൾ ഉണ്ടായത്. അതേപോലെ തന്നെ അങ്ങ് പരലോകം എന്ന് പറയുന്ന ഒരു ഇടമുണ്ടെന്നും അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവിടെ അള്ളാഹിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അവർ വിചാരിച്ചില്ല. അതല്ലെങ്കിൽ അത് അവർ ഉറച്ചു വിശ്വസിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ബാഹ്യമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, ബാഹ്യമായി രസമുണ്ടാക്കുന്ന, ബാഹ്യമായി മനോഹരമെന്ന് തോന്നിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, കർമ്മങ്ങളുടെ ബാഹ്യതലങ്ങളിൽ മാത്രമാണ് അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നത്. അവരാണ് കർമ്മങ്ങൾ പാഴായിപ്പോയവർ, കർമ്മങ്ങൾ കൊണ്ട് വൻ നഷ്ടം സംഭവിച്ചവർ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഭൂമിയിൽ കനമുള്ളവരെന്ന് തോന്നിപ്പിച്ചവരാണ് അവർ. വലിയ കർമ്മങ്ങൾ ചെയ്തവർ, വലിയ വലിയ പണികൾ എടുത്തവർ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നവർ, ദുനിയാവിൽ മറ്റുള്ളവരെക്കാൾ എല്ലാ കാര്യങ്ങളിലും മികച്ചു നിന്നവർ. പക്ഷേ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അന്ത്യനാളിൽ അവർക്ക് ഒരു തൂക്കവും ഒരു വെയിറ്റും നാം നൽകുകയില്ല എന്നതാണ്. അള്ളാന്റെ അടുത്ത് അവരുടെ കർമ്മങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് തന്നെയും ഒരു വെയിറ്റേജും കിട്ടുകയില്ല, ഒരു കനവും കിട്ടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ എന്തുകൊണ്ട് ഈ ദുരന്തത്തിലേക്ക് വഴുതി വീഴേണ്ടി വന്നു എന്നതിന്റെ കാരണം വിശദീകരിക്കുന്നത് അവർ അള്ളാഹുവിന്റെ ആയത്തുകൾ
ആയത്തുകളെ നിഷേധിക്കുകയും പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെ ആക്ഷേപാർത്ഥത്തിൽ സ്വീകരിക്കുകയും കളിയാക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. ശേഷം ഈ പ്രഭാഷണം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള രണ്ടാമത്തെ സൽക്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. കേവലം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക മാത്രമല്ല, ആ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനമായി ഈമാനുള്ളവർ, ഈമാനുണ്ടായവർ, അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ ഈമാനുണ്ടായവർ, പരലോകത്തെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടായവർ, അങ്ങനെയുള്ള ആളുകൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ള സൽക്കാരം എന്ന് പറയുന്നത് ജന്നാത്തുൽ ഫിർദൗസാണ്. ഫിർദൗസിലെ തോട്ടങ്ങളാണ്. ഫിർദൗസിലെ തോട്ടങ്ങളാണ്. ഫിർദൗസ് എന്ന പ്രയോഗം എല്ലാ ഭാഷകളിലും സമാന സ്വഭാവത്തിലുള്ള പ്രയോഗമാണ്. ഏറ്റവും മനുഷ്യന് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രവിധം സുമോഹനമായ, സുന്ദരമായ, എല്ലാം തികഞ്ഞ, എല്ലാം ലഭിക്കുന്ന ഉന്നതമായ തോട്ടങ്ങൾ, വളരെ ഭംഗിയുള്ള നയനാനന്ദകരമായ തോട്ടങ്ങൾ, അതാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ, എന്നാൽ സ്വർഗത്തിന്റെ നടുക്കുള്ള ഏറ്റവും ഉന്നത പദവിയാണ് ഫിർദൗസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും, നിങ്ങൾ അല്ലാഹുവോട് പ്രതിഫലം ചോദിക്കുമ്പോൾ, സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പകരമായിട്ടല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാന്റെ കാരുണ്യം കൊണ്ട് ഫിർദൗസിൽ ഇടം കിട്ടാൻ വേണ്ടി, ഫിർദൗസിലെ ജന്നാത്തുകളിൽ, തോപ്പുകളിൽ, അവിടെയുള്ള തോട്ടങ്ങളിൽ ശാശ്വതമായി ഇടം കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ആ ഉന്നതമായ പദവികളാണെന്നും അവിടെ നിന്ന് ഒരിക്കലും അവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കുന്നതിനെ കുറിച്ച് അവരാഗ്രഹം പോലും പ്രകടിപ്പിക്കുകയില്ലെന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മികച്ചത് മറ്റൊന്നുണ്ട്, ഇതിനേക്കാൾ മികച്ച സൗകര്യങ്ങളുള്ള, മികച്ച അനുഗ്രഹങ്ങളുള്ള, മികച്ച ഒരു വാസസ്ഥലം വേറെയുണ്ടെന്ന് മനുഷ്യന് അവന്റെ ചിന്ത കൊണ്ട് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങോട്ട് എത്തിപ്പെട്ടാൽ പിന്നീട് അവിടെ എത്തിച്ചേർന്നവർ ഒരിക്കലും അവിടെ നിന്നൊരു താമസമാറ്റത്തെ കുറിച്ച്, അവിടെ നിന്ന് അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സവിശേഷമായ സൽക്കാരത്തെ കുറിച്ച് പറയുന്നു. ഏറ്റവും ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രതീക്ഷ പുലർത്തുന്ന വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന കാര്യം, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ഇവ്വിധം സ്വർഗീയമായ പാരഡൈസിലുള്ള, പറുദീസയിലുള്ള അള്ളാഹുവിന്റെ സൽക്കാരം ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമുള്ള ആളുകൾ, ആ സൽക്കാരത്തിനായി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിൽ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നവർ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. വേറെ കുറുക്കുവഴികൾ അല്ലെങ്കിൽ വേറെ വാസിത്തകൾ, വേറെ ശഫാഅത്തുകൾ, വേറെ ഒരാളുടെയും റെക്കമെൻഡേഷനുകൾ വിലപ്പോവുകയില്ല. ആരെങ്കിലും ആ സൽക്കാരം നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന വഴിയാണ് അതിനുള്ളത്. ഏതെങ്കിലും പ്രത്യേക കാറ്റഗറിയിലുള്ള ഒരു കൂട്ടർക്ക് മാത്രം പ്രാപ്യമാകുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ പറുദീസകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറുദീസയിലുള്ള അള്ളാഹുവിന്റെ സ്വർഗങ്ങൾ എന്ന് പറയുന്നത്. മറിച്ചത് സൽക്കർമ്മങ്ങളുടെ മാർഗം സ്വീകരിക്കുന്ന എല്ലാവർക്കും പറ്റുന്നതാണ്. അതിലൊറ്റ ഡിമാൻഡ് മാത്രമാണുള്ളത്, ആ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തങ്ങളുടെ റബ്ബിനുള്ള ആ ഇബാദത്തുകൾ എന്നുള്ള നിലക്കർപ്പിക്കുന്ന ആ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനിടയിൽ ആ റബ്ബിനെ അല്ലാതെ മറ്റാരെയും അതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. മറ്റാർക്കുമുള്ള ഒരു പങ്കും അതിൽ അനുവദിച്ചു കൊടുക്കരുത്. ശിർക്കിന്റെ ഒരംശവും, അത് ചെറുതായാലും വലുതായാലും, റിയാവ് പോലും ആ ഇബാദത്തുകളിൽ, ആ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വകവെച്ചു കൊടുക്കരുത്. അങ്ങനെ ശിർക്കില്ലാതെ അള്ളാഹുവിന് പ്യുവറായി അള്ളാഹുവിനുള്ള ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള
പറുദീസയിലെ സൽക്കാരങ്ങളിലേക്ക് വഴി നടക്കുവിൻ എന്നാണ്. പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും അവസാനം നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നത് ഈ രണ്ടാലൊരു ക്ലൈമാക്സിലേക്കാണ്, ഈ രണ്ടാലൊരു സൽക്കാരങ്ങളിലേക്കാണ്. ഒന്നാമത്തെ സൽക്കാരം അത് ആക്ഷേപഹാസ്യത്തിലൂടെയുള്ള സൽക്കാരമാണ്. അത് നിങ്ങൾക്ക് ശാശ്വതമായി ദുരിതങ്ങൾ വിതക്കുന്ന, ദുരന്തം സമ്മാനിക്കുന്ന നരക ജീവിതമാണ്. അത് യഥാർത്ഥത്തിൽ സൽക്കാരമല്ല. ഈ ദുനിയാവിൽ സൽക്കാരം പോലെ ജീവിച്ചതിന്റെ പകരമായി അള്ളാഹു നിങ്ങൾക്ക് പകരം തരുന്ന ശിക്ഷയാണത്. അള്ളാഹുവിനെ മറന്ന് ജീവിച്ചതിന് പകരമായി നൽകുന്ന ശിക്ഷയാണത്. അതേസമയത്ത് രണ്ടാമത്തെ സൽക്കാരമാണ് ശരിക്കുമുള്ള സൽക്കാരം. ആ സൽക്കാരത്തിലേക്ക് സൽക്കർമ്മങ്ങളിലൂടെ, ഈമാനിലൂടെ, അള്ളാഹുവിൽ പങ്കുചേർക്കാതെയുള്ള, അള്ളാഹുവിൽ മാത്രം സകല പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ സാധ്യമാകുന്ന കാര്യമാണത്. അതിലേക്ക് വഴി നടക്കാനുള്ള ഉപദേശമാണ് നിരന്തരമായി ഓരോ ആഴ്ചയിലും സുന്നത്തായി പാരായണം ചെയ്യപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ കഹ്ഫിന്റെ സമാപന പ്രഭാഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ആ ഉത്ബോധനം സ്വീകരിച്ച് ഫിർദൗസിലേക്ക് വഴി നടക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. അല്ലാഹു അതിന് നമ്മെ തുണക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم اجعلنا من أهل الجنة. اللهم إنا نسألك الفردوس الأعلى. اللهم إنا نسألك الفردوس الأعلى. اللهم ربنا إننا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أجرنا من النار. اللهم إنا نسألك الجنة وأجرنا من النار. اللهم ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المظلومين المستضعفين في غزة. اللهم انصرهم في فلسطين وفي سائر أنحاء العالم يا ذا الجلال والإكرام يا عزيز يا ذا انتقام. اللهم انصرهم واهزم أعداءهم أجمعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر.